നമസ്തേ. പ്രിയപ്പെട്ട ഭാരതീയരെ, യുദ്ധ സാഹചര്യമാണ്. ലോകം മുഴുവൻ ഇന്ധനത്തിന് നെട്ടോട്ടമാണ്. 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ അതിന്റെ ആഘാതം കൂടുതലായിരിക്കും. നമുക്ക് മുന്നിൽ 2 വഴി മാത്രമേ ഉള്ളൂ. ഒന്ന്, വില കുത്തനെ കൂട്ടുക, സാധാരണക്കാരന്റെ നടുവൊടിയും. 2, ഉപയോഗം നിയന്ത്രിക്കുക, എല്ലാവർക്കും കുറച്ചെങ്കിലും കിട്ടും. സർക്കാർ തെരഞ്ഞെടുത്തത് രണ്ടാമത്തെ വഴിയാണ്. അതുകൊണ്ടാണ് ഒരാൾക്ക് 5000 രൂപ വരെ മാത്രം ഇന്ധനം എന്ന നിയന്ത്രണം. ഇപ്പോൾ ചില ടീമിന്റെ സ്ഥിരം ചോദ്യം, മോദിജി റാലി നടത്തുന്നു, വിദ്വേഷം പറയുന്നു, അതിന് പെട്രോൾ എവിടെന്ന്, പച്ചവെള്ളമാണോ എന്ന്. മറുപടി പറഞ്ഞു തരാം. അയൽ രാജ്യങ്ങളിലെ അവസ്ഥ നോക്കൂ. പാകിസ്ഥാൻ പെട്രോൾ 289 പെർ ലിറ്റർ. 2 ദിവസം പമ്പ് അടച്ചിടും. IMFന്റെ മുന്നിൽ കൈ നീട്ടി. ആർമിക്കാർക്ക് പോലും ഡീസലില്ല. ശ്രീലങ്ക 2022 പെട്രോൾ പമ്പിൽ 10 കിലോമീറ്റർ ക്യൂ. LKR 365 പെർ ലിറ്റർ. ഒടുവിൽ രാജ്യം പാപ്പരായി. പ്രസിഡന്റ് രാജ്യം വിട്ടോടി. ബംഗ്ലാദേശ് ഇന്ധനവില 50% കൂട്ടി. BDT 117 പെർ ലിറ്റർ. ലോഡ് ഷെഡിംഗ്, ജനങ്ങൾ തെരുവിൽ. യൂറോപ്പ്, ജർമ്മനി യൂറോ 1.82 പെർ ലിറ്റർ. ഫ്രാൻസ് യൂറോ 1.89 പെർ ലിറ്റർ. എനർജി റേഷനിങ്, AC ഇടാൻ പാടില്ല, ഹീറ്റിംഗ് കുറയ്ക്കണം. ഇതാണ് യുദ്ധകാല ലോകം. ഭാരതത്തിൽ പെട്രോൾ 94.77 പെർ ലിറ്റർ മുതൽ 107.50 പെർ ലിറ്റർ വരെ. 5000 ലിമിറ്റ് വെച്ചിട്ടെങ്കിലും പെട്രോൾ കിട്ടുന്നുണ്ട്. അത് മോദി ഉള്ളത് കൊണ്ടാണ്. രാഹുൽ ആയിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ മോഡൽ ആകുമായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വീട്ടിലിരുന്നാൽ യുദ്ധം ജയിക്കുമോ? റാലി വെറും ഒരു വോട്ട് പിടുത്തമല്ല, ജനങ്ങളുടെ മനോവീര്യം കൂട്ടൽ. സൈനികർക്ക് രാജ്യം നിങ്ങളോടൊപ്പമുണ്ടെന്ന സന്ദേശം. ശത്രുവിന് ഇന്ത്യ ഭയന്നിട്ടില്ല എന്ന മുന്നറിയിപ്പ്. 1965 ലാൽ ബഹദൂർ ശാസ്ത്രി രാജ്യം മുഴുവൻ യാത്ര ചെയ്തു. 1971 ഇന്ദിരാഗാന്ധി പൊതുയോഗങ്ങൾ നടത്തി. 1999 കാർഗിൽ യുദ്ധകാലത്ത് വാജ്പേയി ജനങ്ങളോട് സംസാരിച്ചു. അന്ന് പെട്രോൾ എവിടെ നിന്നാണെന്ന് ആരും ചോദിച്ചില്ല. കാരണം അന്ന് രാജ്യസ്നേഹികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പച്ചവെള്ളമല്ല, കണക്കാണ് ഞാൻ പറയുന്നത്. PMന്റെ സുരക്ഷാ യാത്ര അത് നാഷണൽ സെക്യൂരിറ്റി ബഡ്ജറ്റിൽ പെട്ടതാണ്. അത് യുദ്ധകാലത്ത് നിർത്തിവെച്ചാൽ രാജ്യം തന്നെ ഇല്ലാതാകും. 5000 രൂപ ലിമിറ്റ് സാധാരണ പൗരനാണ്, രാജ്യത്തിന്റെ കമാൻഡറിനല്ല. അമേരിക്കയിൽ യുദ്ധകാലത്ത് ബൈഡൻ എയർഫോഴ്സ് 1 പറക്കുമ്പോൾ അവിടെ പെട്രോൾ എവിടെ നിന്നാണെന്ന് ഒരു അമേരിക്കക്കാരനും ചോദിക്കില്ല. കാരണം അവർക്ക് രാജ്യമാണ് വലുത്, രാഷ്ട്രീയമല്ല. ക്രൂഡ് ഓയിൽ വില $126 ബാറലായി. 3 ഇരട്ടി വില കൊടുത്താണ് ഇന്ത്യ വാങ്ങുന്നത്. OMCകൾക്ക് മാസം 30,000 കോടി നഷ്ടം. ലിറ്ററിന് 20 രൂപ നഷ്ടത്തിൽ പെട്രോൾ വിൽക്കുന്നു. എന്നിട്ടും 2022 മെയ് മുതൽ വില കൂട്ടിയിട്ടില്ല. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് 9.5 ദിവസത്തേക്ക് സ്റ്റോക്ക് ഉണ്ട്. യുദ്ധം വന്നാൽ ആർമിക്ക് മുൻഗണന. LPG ഉൽപാദനം 36,000 ടണ്ണിൽ നിന്ന് 54,000 ടണ്ണാക്കി കൂട്ടി. പ്രധാനമന്ത്രി തന്നെ മാതൃക കാണിക്കുന്നു. സുരക്ഷാ വാഹന വ്യൂഹത്തിന്റെ വാഹനങ്ങളുടെ എണ്ണം കുറച്ചു. സാമാന്യമായ എല്ലാ ഔദ്യോഗിക യാത്രകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. ഇത് കൃത്രിമ ക്ഷാമമല്ല, യുദ്ധകാല ക്ഷാമമാണ്. അതുകൊണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. കാർ പുളിംഗ്, ഒരേ റൂട്ടിൽ പോകുന്നവർ ഒരു കാർ പങ്കിട്ട് യാത്ര ചെയ്യുക. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. പമ്പിൽ ബഹളം വെക്കരുത്, അവരും നിസ്സഹായരാണ്. 5000 രൂപ ലിമിറ്റ് പാലിക്കുക. നിങ്ങളുടെ അയൽക്കാരനും ഇന്ധനം വേണം. ഇലക്ട്രിക് വാഹനങ്ങൾ, CNG പോലുള്ള ബദൽ ഇന്ധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. യുദ്ധം ജയിക്കാൻ 3 കാര്യം വേണം. 1, അതിർത്തിയിൽ പട്ടാളക്കാരൻ. 2, ഡൽഹിയിൽ ശക്തനായ നേതാവ്. 3, നാട്ടിൽ സഹകരിക്കുന്ന ജനത. നിങ്ങൾ മൂന്നാമത്തെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. രാജ്യത്തിന്റെ മനോവീര്യം തകർക്കരുത്. ഓർക്കുക, പട്ടാളക്കാരൻ അതിർത്തിയിൽ ചോര കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഇന്ധനം കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് ത്യാഗമല്ല, കടമയാണ്.